നെക്സ്റ്റ് മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? എന്താണ് മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് എയ്തർ ബൈയിങ് ഓർ creating an asset with the future expectation of capital appreciation, dividend, rent, interest earning, or some combination of this return. However, normally investment inherent with some form of risk, such as investment in equities, property, and even fixed interest securities, among other things, are the subject to inflation risk. Further, among all these, securities are held as long-term investment to earn income. It is said to be fixed asset. But where objective of an organization is to sell and buy security in short-term fund to utilize its surplus fund, would come under the category of current asset. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ either buying or creating an asset, ഒന്നില്ലെങ്കിൽ ബൈ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ആൻ അസറ്റ് വിത്ത് ദ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ ഓഫ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഫ്യൂച്ചറിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണെന്ന് പറയുന്നത്, ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ ഓഫ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ള വിചാരിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലേ? ഡിവിഡൻഡ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ഏർണിംഗ് ഓർ സം കോമ്പിനേഷൻ ഓഫ് ദിസ് റിട്ടേൺസ്. ഹൗവർ, നോർമലി investment inherent with some form of risk, such as investment in equities, property, and even fixed interest security, among other things, are subject to inflation risk. Further, among all these, securities are held as long-term investment to earn income. It is said to be fixed asset, but where objective of an organization is to sell and buy security in short-term fund to utilize surplus fund, would come under the category of current asset. There are two types of securities: fixed interest securities ഉം വേരിയബിൾ. ഏതൊക്കെയാണ്? ഒന്ന് ഈ രണ്ടെണ്ണമാണ് വരുന്നത്. ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസും വേരിയബിൾ ഈൽഡ് സെക്യൂരിറ്റീസും. Holders of fixed interest securities get a fixed rate of interest. Under this category, ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റിയിൽ അത് ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കുമല്ലോ. ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നു. വേരിയബിൾ ഈൽഡ് സെക്യൂരിറ്റീസിനകത്ത് അണ്ടർ ദിസ് കാറ്റഗറി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ഡിഫർ ഫ്രം ഇയർ ടു ഇയർ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വേരിയബിൾ ആയിരിക്കും. ഇയർ ടു ഇയർ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇയർ ടു ഇയർ ആണ്. ഇതിലിപ്പം നമുക്കറിയാം, ഫിക്സഡ് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ടെൻഷനില്ല, നമുക്കൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടും, റിസ്ക് കമ്പാരിറ്റീവ്ലി കമ്മിയാണ്. എന്നാൽ വേരിയബിളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ കൂടുതൽ കിട്ടും, കുറവാണെങ്കിൽ നല്ല കുറവായിട്ടേ കിട്ടുള്ളൂ, അല്ലേ? വേരിയബിൾ ആയിരിക്കും അതിൻ്റെ കാര്യം. ക്ലിയർ? അപ്പം ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റി ആൻഡ് വേരിയബിൾ ഈൽഡ് സെക്യൂരിറ്റീസ്, അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളതെന്ന് പറഞ്ഞു. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് ഓപ്പൺ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നോർമലി എന്തിനു വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഓപ്പൺഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. Further, the number of investment is large. A separate account for each investment should be opened. ഇൻവെസ്റ്റ്മെൻറ്റ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ ഈച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ടുകൾ
നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അക്കൗണ്ടിങ് എൻട്രി on the purchase of any investment are given as hereunder. On purchase of investment എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് ബീങ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഇൻക്ലൂസീവ് ഓഫ് പർച്ചേസ് എക്സ്പെൻസ് ലൈക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി, കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് വരാറ്. ഓക്കെ, അടുത്തതാണ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് cash or bank account up to investment account being investment made. Investment account will be credited with the net realized value of investment. Okay, the interest and dividend account. Interest and dividend account la cash or bank or investment account up to dividend or interest account. Cash or bank or investment account up to dividend or interest account being interest or dividend received on investment. അതായത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ കേസ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അക്യൂർ ആൻഡ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് വിത്ത് നെറ്റ് റിയലൈസ്ഡ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ മെയിനായിട്ട് 3 ട്രാൻസാക്ഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഓൺ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന 3 കേസസുകളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ. അടുത്തൊരു ടേമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആണ് അടുത്തത്. അതായത് വി നോർമലി ഹാവ് ദ ഫോളോയിങ് 2 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്. നോർമലി നമുക്ക് ഇങ്ങനത്തെ 2 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് കം ഡിവിഡൻഡ് ഓർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷനും എക്സ് ഡിവിഡൻഡ് ഓർ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. കം ഡിവിഡൻഡ് ഓർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷനുണ്ട്, എക്സ് ഡിവിഡൻഡ് ഓർ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ടേമാണ് കം ഡിവിഡൻഡ് ഓർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. കം ഡിവിഡൻഡ് ഓർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? Interest and dividend on the fixed investment accrued on regular interval, but payment of those are made only on fixed dates. അതായത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് accrued on regular interval, but payment of those are made only on fixed dates. അതായത് ഡിവിഡൻഡ് ഓർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിൽ ഒരു ഫിക്സഡ് ഡേറ്റിലാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും കൊടുക്കുക. ഓക്കെ, dividend are always paid to the person who are the shareholder at the time of payouts. അതായത് ഡിവിഡൻഡ് അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഡിവിഡൻഡ് ഒരു പേഴ്സണിനാണ് കൊടുക്കുക. ദേ ആർ ദ ഷെയർ ഹോൾഡേഴ്സ്. സപ്പോസ് എ ഷെയർ ഹോൾഡർ സോൾഡ് ഹിസ് ഷെയർ ആഫ്റ്റർ കീപ്പിംഗ് ദോസ് ഷെയർ ഇൻ ഹിസ് ഹാൻഡ് അറ്റ് ടു ദ 10 months, then the dividend of those shares will be paid by year, or we can say a new shareholder. 10 മാസം ഹോൾഡ് ചെയ്തിട്ട് ഒരു ഷെയർ 10 months ഹോൾഡ് ചെയ്തിട്ട് അടുത്തത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് so a seller at the time of selling shares normally charge value of accrued dividend up to the date of sale, and this is called cum dividend or cum interest. Okay, this is called cum dividend or cum interest. Since the sale price is inclusive of the value of share and interest or dividend, therefore at the time of entry in the books of accounts, normally price of share should be booked in the investment account, and the value of dividend or interest should be debited to dividend or interest account. A seller at the time of selling share normally charge value of accrued dividend up to the date of sale,
and this is called cum dividend or cum interest എന്ന് പറയുന്നത്. Since the sale price of is inclusive of the value of share and interest or dividend, therefore at the time of entry in the books of accounts, normally price of share should be booked in the investment account and the value of dividend or interest should be debited to dividend or interest account. At the time of receiving dividend or interest account will be credited, debiting cash or bank account. On the other hand, in the books of seller, normally price of share should be credited to investment account. Price of accrued dividend or interest should be credited to dividend or interest account as the case may be. Accounting entries, it can be understood through the following table. ഇവിടെ അക്കൗണ്ടിങ് എൻട്രീസ് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ബുക്സ് ഓഫ് ബയ്യർ ഉണ്ട്, ഇൻ ദ ബുക്സ് ഓഫ് സെല്ലർ ഉണ്ട്. ഓക്കെ, രണ്ട് ബുക്സിൽ ഇൻ ദ ബുക്സ് ഓഫ് സെല്ലർ ആൻഡ് ഇൻ ദ ബുക്സ് ഓഫ് ബയ്യറും സെല്ലറിലും ബയ്യറിൻ്റെ കേസിൽ ഓൺ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ഡിവിഡൻറ്റ് ഓർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ഡിവിഡൻറ്റ് ഓർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആൻഡ് ബാങ്ക് ബീങ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ്. On receipt of dividend or interest, cash or bank account debtor to dividend or interest account, being dividend or interest received. For accrued interest account debtor to interest account. Okay, അപ്പോൾ in the books of ബയ്യറിൽ 3 കേസസ് ആണ് വരുന്നത്. On purchase of investment account debtor, dividend account debtor to cash or bank. On receipt of dividend or interest, cash or bank account debtor to dividend or interest account. For accrued interest account debtor to interest account. Okay, അടുത്തത് in the books of seller. In the books of seller, on sale of investment, cash or bank account debtor to investment account to dividend or interest account. On receipt of dividend or interest, cash or bank account debtor to dividend or interest account. Okay. നെക്സ്റ്റ് ആണ് എക്സ് ഡിവിഡൻറ്റ് ഓർ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, എക്സ് ഡിവിഡൻറ്റ് ഓർ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനകത്ത് ദ ബയ്യർ ഓഫ് ഷെയർ വെൻ ഹി ഈസ് കോട്ടഡ് എക്സ് ഡിവിഡൻറ്റ് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ റെക്കോർഡ് ഡേറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഡേറ്റ് ഡ്യൂറിങ് വിച്ച് ദ സ്റ്റോക്ക് ട്രേഡേഴ്സ് വിത്തൗട്ട് ഇറ്റ്സ് ഡിവിഡൻറ്റ്. Therefore, the person who owes the security of the ex-dividend date will be awarded the payment regardless of who currently hold the stock. അപ്പോൾ എക്സ് ഡിവിഡൻറ്റ് ഓർ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബയ്യർ ഓഫ് ദ ഷെയർ when he is quoted ex-dividend is not entitled to receive the payment, and it is the interval between the record date and payment date during which the stock trader without its dividend. Therefore, the person who owes the security on ex-dividend date will be awarded the payment regardless of who currently holds the stock. ഈ കം ഡിവിഡൻറ്റും എക്സ് ഡിവിഡൻറ്റ് രണ്ട് കേസുകൾ നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് എക്സ് ഡിവിഡൻറ്റ് ആൻഡ് കം ഡിവിഡൻറ്റ്? ഡിഫറൻസ് ബിറ്റ്വീൻ കം ഡിവിഡൻറ്റ് ആൻഡ് എക്സ് ഡിവിഡൻറ്റ്? ഒന്നാമത്തെ, കം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻറ്റ് പ്രൈസസ് ആർ ഇൻക്ലൂസീവ് of the interest or dividend accrued at the date of purchase, whereas in case of ex-dividend, prices are excluding value of dividend or interest. The purchase price is higher than normal purchase price in case of cum dividend, whereas purchase price is the real price in case of ex-dividend. Nothing is payable addition in case of cum interest, where separate amount of dividend or interest has to be paid in case of ex-dividend or ex-interest. മൂന്നെണ്ണമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തതാണ് ബാലൻസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. Balancing of the investment account. The difference of debit and credit side of investment account is profit or loss in case where all the investment are sold. Okay. In case where part of investment are sold and balance investment stand unsold, it should be carried forward to the next accounting period and the remaining balance of two sides will be represent profit or loss on sale of investment. In case where investment are the fixed asset, then the profit or loss will be of capital revenue or capital loss and should be treated accordingly. അതായത് ബാലൻസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കേസിൽ ഡിഫറൻസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ കേസ് വേർ ആൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സോൾഡ്. പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കാം. ഇൻ കേസ് വേർ പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സോൾഡ് ആൻഡ് ബാലൻസ് ഒരു ഭാഗം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഭാഗം വിറ്റ് കഴിഞ്ഞാൽ ആൻഡ് ബാലൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അൺസോൾഡ് ഇറ്റ് ഷുഡ് ബി ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരിയഡ് ആൻഡ് ദ റിമൈനിങ് ബാലൻസ് ഓഫ് ടു സൈഡഡ് will be represent profit or loss on the sale of investment. In case where investment are fixed asset, then the profit or loss will be of capital revenue or capital loss and should be treated accordingly. The equity share accounts. At the main features of investment account regarding the equity shares are given as hereunder. Bonus share and right share ഉണ്ട്. Bonus share ഉം right share. Bonus share are issued by the profitable company to the existing shareholders of the company without any additional amount. Purpose of this bonus share is to capitalize the reserve of the company. Only number of the shares will be added in face value column and the principal or capital column will be remain unchanged. Okay, bonus share is the additional share issued to the company to the existing shareholders. കമ്പനിക്ക് അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ബോണസ് എന്ന് പറയുന്നത്. റൈറ്റ് ഷെയർസ് ആർ ദ ഫസ്റ്റ് ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ആസ് മാറ്റർ ഓഫ് ദ റൈറ്റ് ഹിയർ called a right share. As per the Companies Act, right shares can be issued after 2 years of the establishment of company or year of first issue. Okay, അതായത് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റൈറ്റ് കമ്പനിയിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ഫസ്റ്റ് റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. അത് അവരുടെ റൈറ്റാണ്, അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തത് ഇഷ്യൂ ചെയ്യുള്ളൂ. പിന്നെ റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞാലേ റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നാണ് പറയുന്നത്. ആദ്യത്തെ 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ബോണസ് ഷെയറും ഉണ്ട്, റൈറ്റ് ഷെയറും ഉണ്ട്. ഇക്വിറ്റി ഷെയർ അക്കൗണ്ടിൽ മെയിൻ ഫീച്ചേഴ്സിൽ ബോണസ് ഷെയർ ഈസ് ദ അഡീഷണൽ ഷെയർ. ഓക്കെ, അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടായാൽ ഇഷ്യൂ ചെയ്യുന്നതാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ, bonus share are issued by the profitable companies to the existing shareholders of the company without any additional amount. Purpose of bonus share is to capitalize reserves of the company. Only number of share will be added in face value of column and principal or capital column will remain unchanged. Right shares are the first offered to the existing shareholders of the company as matter of right, hence called as right share. ആസ് പാർട്ട് ഓഫ് റൈറ്റ് ഷെയർ എന്ന് പറയുന്നത് അവരുടെ കമ്പനിയുടെ റൈറ്റാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ,
As per Companies Act, right shares can be issued for 2 years of the establishment of company and or after 1 year of first issue. നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദ മീനിങ് ഓഫ് ഫീച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫീച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഫീച്ചർ എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ. ഡിഫറൻഷ്യേറ്റ് കം ഡിവിഡൻഡ് ആൻഡ് എക്സ് ഡിവിഡൻഡ്. കം ഡിവിഡൻറ്റും എക്സ് ഡിവിഡൻറ്റും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കം ഡിവിഡൻഡ് ആൻഡ് എക്സ് ഡിവിഡൻഡ്. വാട്ട് ഈസ് ബാലൻസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. വാട്ട് ഈസ് ബാലൻസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നുകൊണ്ട് ഇതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കി നോക്കാം. നമ്മൾ ഏതൊക്കെയാണ് നോക്കിയേ? ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് മീനിങ്, അതിൻ്റെ ഡിഫറെൻറ്റ് 2 ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസും വേരിയബിൾ ഈൽഡ് സെക്യൂരിറ്റീസും വരുന്നുണ്ട് അല്ലേ. ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്? അതിൽ ഓൺ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് അക്കൗണ്ട്, അങ്ങനെ 3 കേസസാണ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസിൽ കം ഡിവിഡൻഡ് ഓർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആൻഡ് എക്സ് ഡിവിഡൻഡ് ഓർ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ രണ്ടെണ്ണമാണ് വരുന്നത്. കം ഡിവിഡൻഡ് ഓർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണ്? എക്സ് ഡിവിഡൻഡ് ഓർ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കം ഡിവിഡൻഡ് ആൻഡ് എക്സ് ഡിവിഡൻഡ് എന്താണ്? ബാലൻസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ആ ക്വസ്റ്റ്യനാണ് നേരത്തെ ചോദിച്ചത്. ഇക്വിറ്റി ഷെയറിൽ ബോണസ് ഷെയറും റൈറ്റ് ഷെയറും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വേറെ അതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബോണസ് ഷെയറും റൈറ്റ് ഷെയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു 2 മാർക്സിനൊക്കെ ചോദിച്ചു എന്ന് വരാം. ഓക്കെ, ബോണസ് ഷെയർ എന്താണ്, റൈറ്റ് ഷെയർ എന്താണ്, പിന്നെ ബാലൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, കം ഡിവിഡൻഡ് എക്സ്, ഇതിലുള്ള തിയറി പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഡിവിഡൻറ്റും കം ഡിവിഡൻറ്റും ചോദിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ കം ഡിവിഡൻഡ് എക്സ് ഡിവിഡൻഡ് എന്താണെന്ന് രണ്ടൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കണേ. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീനിങ് ഇത്രയൊക്കെ തന്നെ മെയിനായിട്ട് വരുന്നുള്ളൂ. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. വേറെ ഡൗട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രേ വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.